ഹായ് ഗൈസ് ഞാനൊരു സീരീസ് കണ്ടു. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ഒരു കല്യാണ വീടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആൻഡ് വൈബായിട്ടുള്ളൊരു മൂഡായിരിക്കും അല്ലേ? ഒരു കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ വളരെ സന്തോഷമായിട്ടുള്ളൊരു പുതിയ ഫേസാണ്. അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒക്കെ അവരുടെ ഹാപ്പിയസ്റ്റ് ആയിട്ട് ചിലവഴിക്കുന്ന മൊമെൻറ്റുകളും അവർ വളരെ സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ലൈഫിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മൊമെന്റും ഒക്കെയാണല്ലേ. മൊത്തത്തിൽ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ കളറായിട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു വൈബാണ്, ഒരു ഹാപ്പിയാണ്, എല്ലാവർക്കും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കല്യാണം നടക്കുന്നതായിട്ട് ചിന്തിച്ചു വരെ, ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കല്യാണം, ഒരു മൂഡി ആയിട്ടുള്ളൊരു കല്യാണം, ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. ബ്രൈഡിന് പേടിയാണ്, ഗ്രൂമിന് പേടിയാണ്, ഗ്രൂമിൻ്റെ ബന്ധുക്കൾക്ക് പേടിയാണ്. ആകെ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാതെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു പിടിയില്ലാതെ ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന അതിഥികൾക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ ഈ ബ്രൈഡും ഈ ഗ്രൂമും വളരെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകും. അതല്ല എങ്കിൽ സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് തന്നെയാണ് ഈ സീരീസിൻ്റെ പേരും, സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഹൊറർ സീരീസാണ്. നല്ല രസമുള്ളൊരു ഡാർക്ക് പടമാണ്. ഹൊറർ എന്ന് ഞാൻ പറയുമ്പോൾ ഇത് പ്രേതം, പിശാച് ആ ടൈപ്പ് സാധനമല്ല, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു സാധനമാണ് പിടിച്ചേക്കുന്നത്. ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. കുറച്ച് എപ്പിസോഡ്, 8 എപ്പിസോഡോ സംതിങ് ആവുക. ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. നിക്കി റേച്ചലുമാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ്. എങ്കിൽ പോലും വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ വരുമ്പോഴാണ് സിനിമ ശരിക്കും നല്ല രസമുള്ളൊരു ഇതിലേക്ക് വരുന്നത്. ഇപ്പം നിക്കി റേച്ചലും പ്രണയത്തിലാണ്. ഇവർ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇവർ നിക്കിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നിക്കിയുടെ വീട്ടിൽ വെച്ചിട്ട് വിവാഹം കഴിക്കാനായിട്ട് നിക്കി റേച്ചലും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിക്കിയുടെ വീടാണെങ്കിൽ ഈ ഒരു കാട്ടിനകത്തൊരു മഞ്ഞൊക്കെ വീഴുന്നൊരു വീടാണ്. ആ ഒരു പ്ലേസ്, ആ ഒരു വീട്, ആ വീട്ടിലെ ആളുകൾ, റേച്ചലിനോട് അവർ സംസാരിക്കുന്ന രീതി, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടിക്കുന്നൊരു സാധനമാണ്. സംതിങ് ഈസ് നോട്ട് റൈറ്റ് വിത്ത് ദിസ് പ്ലേസ്. റേച്ചലിന് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ, അവിടെ ഇടപെടുമ്പോഴും ഒക്കെ റേച്ചലിനും ഭയങ്കര നെഗറ്റീവാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്പോയിലറായി പോകും. കാരണം ഇതിനകത്ത് ഒന്നും പറയാനില്ല, എന്ത് പറഞ്ഞാലും ഇത് സ്പോയിലറായിട്ട് മാറും. അങ്ങനെ റേച്ചൽ ഇങ്ങനെ നിക്കിയുടെ വീട്ടിൽ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ ചില ബാഡായിട്ടുള്ള കാര്യങ്ങൾ റേച്ചലിന് സംഭവിക്കും. റേച്ചലിന് മനസ്സിലാവുന്നത് ഇവരെല്ലാം റേച്ചലിനെ പ്ലാൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. റേച്ചൽ ഒരു ഘട്ടത്തിൽ തോന്നുന്ന ഇവരെല്ലാവരും റേച്ചലിനെ കൊല്ലാൻ പോവുകയാണെന്നുള്ളൊരു ഫീലൊക്കെ വന്ന് റേച്ചൽ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്പോയിലറാക്കി ഏകദേശം. ബട്ട് ഇല്ല, ഇത് കണ്ടു നോക്ക്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല എന്താണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന്. നമ്മളിങ്ങനെ കണ്ടുവരുമ്പോൾ നമുക്ക് തോന്നും, ആ ഇത് എനിക്ക് മനസ്സിലായി, എനിക്ക് ക്ലൈമാക്സ് മനസ്സിലായി, ഇതിങ്ങനെ ആയിരിക്കും പോകാമെന്ന് തോന്നുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ഇപ്പോൾ അതും ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓക്കെ ഓക്കെ ഇത് ഞാൻ വേറെ പടത്തിൽ കണ്ടിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അങ്ങനെ നമ്മളിങ്ങനെ 1-2 പ്രാവശ്യം സിനിമ നമ്മളെ ട്രിക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സ് ഈ വെഡ്ഡിങ് ആണ്. ഈ വെഡ്ഡിങ്ങിൽ നടക്കുന്നൊരു സാധനമാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് വെഡ്ഡിങ്ങിലേക്ക് വരുന്നതെന്ന് നമ്മളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ പോകും കേട്ടോ. നമുക്ക് പിന്നെ തോന്നും എന്തൊരു കാണിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. ബട്ട് പടം സൂപ്പർ പടം, നല്ല രസമുള്ള ഒരു പടമാണ്. ഹൊററാണ്, അതും പ്രേതമല്ല, വേറൊരു ഡാർക്ക് സാധനമാണ്. ഒരു 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 എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സാധനമാണ്. സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടുകൊള്ളുക. കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പറയുക, കാണാത്തവർ കണ്ടു നോക്കുക.